തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ദിവസം 10-ലധികമായെങ്കിലും ഇന്നലെ തൊട്ട് മാത്രമാണ് നിലമ്പൂരിൽ രാഷ്ട്രീയം പറയാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുവരെ ആരാണ് സ്ഥാനാർത്ഥി, അൻവറിനെ എന്ത് ചെയ്യണം, അൻവർ എവിടെ നിൽക്കണം തുടങ്ങി തെരഞ്ഞെടുപ്പ് ആളിക്കത്തി എന്നതിനപ്പുറത്ത് പച്ചയായ രാഷ്ട്രീയം സംസാരിക്കാൻ തുടങ്ങിയത് ഇന്നലെ മാത്രമാണ്. ഇവിടെ മലപ്പുറത്ത് കയറി വന്ന് വർഗീയമായി മാത്രം ആ മലപ്പുറത്തെ കാണുന്ന ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് ഇതേ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ വിജയിപ്പിക്കുക? മലപ്പുറത്തിന്റെ മനസ്സ് വർഗീയ മനസ്സാണ് എന്ന് പറഞ്ഞത് കടകംപള്ളിയെ പോലുള്ളവരാണ്. മലപ്പുറം പ്രത്യേക ജില്ലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈഴവർ ഇവിടെ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയെ പോയി ആദരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കുമാരനാശാന് മുകളിലാണ് ഇതേ വെള്ളാപ്പള്ളിയെ നിർത്തിയത്. ആ പിണറായി വിജയനാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കാൻ എത്തുന്നത് എങ്കിൽ യാതൊരു കാരണവശാലും ഇടതുപക്ഷം ആ മണ്ണിൽ വിജയിക്കുകയില്ല. പിന്നെ അൻവറിന് ഇപ്പോഴും പെരുമഴത്ത് ഒറ്റയ്ക്ക് തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി 97,000 വോട്ട് നേടിയിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം എത്താൻ പാകത്തിന് 75,000 വോട്ട് അൻവറിന്റെ പെട്ടിയിൽ വീഴുമെന്നൊക്കെ അൻവർ വലിയ വായിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പോകുമ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞ കാര്യത്തെ പോലും തള്ളിക്കൊണ്ട് അൻവറിനൊപ്പം നിന്നൊരു നേതാവുണ്ടായിരുന്നു, മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ. ആ സുധാകരൻ പോലും ഇപ്പോൾ അൻവറിനെ തള്ളിയിരിക്കുകയാണ്. വളരെ ജോറാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഒരുപോലെ ആവേശത്തോടെ വാശിയോടെ രംഗത്തിറങ്ങി എന്നത് ചാരിതാർത്ഥ്യം തരുന്ന ഒരു അനുഭവമായിട്ടാണ് ഞാൻ ഈ ഇലക്ഷനെ കാണുന്നത്. ഞാൻ ഒരുപാട് ഇലക്ഷൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇലക്ഷൻ നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും സ്പിരിറ്റ് ഉൾക്കൊണ്ട അണികളും നേതാക്കളും ഒരുപോലെ ഇത്രയും സ്പിരിറ്റ് കൊണ്ട ഒരു നേതൃരംഗത്തെ ഒരു ഇലക്ഷൻ മുമ്പിൽ ഒരു നേതൃത്വത്തെ ഞാൻ കണ്ടിട്ടില്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. സോ വി വിൽ വിൻ ബൈ എ മേജർ ബിഗ് മാർജിൻ. അതൊക്കെ മാഞ്ഞു പോയില്ലേ, തേഞ്ഞു മാഞ്ഞു പോയില്ലേ? എന്തിന്റെ പുറത്ത് അവിടെ നിലനിൽക്കാനില്ലല്ലോ അതിനകത്തൊന്നും. ഏയ് എന്ത് കുടിയിന്ന് മയ്യത്തെടുക്കാനാ? ഏത് അല്ല, അതുണ്ട്. അതുകൊണ്ട് പത്രം എടുക്കാൻ ആക്കി ഇന്നില്ല, നിന്നെടുത്തിട്ടില്ല എല്ലാവരും. അതെടുക്കാഞ്ഞിന് ആർക്കും ഒരു തെരഞ്ഞെടുപ്പിന് നിന്നാൽ എന്തും അവകാശപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന്റെ നെഗറ്റീവും പോസിറ്റീവും ചിന്തിക്കേണ്ടുന്നത് കേൾക്കുന്ന നിങ്ങളും ഞാനുമാണ്. നിങ്ങൾക്കെന്ത് തോന്നുന്നുവെന്ന് നിങ്ങൾ ആദ്യം പറ. എനിക്ക് തോന്നുന്നത് ഞാനും പറയാം. അൻവറെ സംബന്ധിച്ചിടത്തോളം അൻവർ ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് ഒരു ഘടകമായി നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നില്ല. അത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ വന്ന തെറ്റായ പ്രവർത്തനവും തെറ്റായ രാഷ്ട്രീയ ചിന്തയും തെറ്റായ തീരുമാനവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഭാവി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിന് അവസരത്തിനൊത്ത് നേതൃത്വത്തെ അനുസരിച്ച് പാർട്ടിയോടൊപ്പം നിന്നാൽ ആ സ്ഥാനത്തേക്ക് എത്തുള്ളൂ, അല്ലാതെ എത്തില്ല. അദ്ദേഹം അവിടെ യുദ്ധം പ്രഖ്യാപിച്ചാൽ അതൊരു കാരണവശാലും പിന്നെ മുതക്കെത്തൂല. ഇനി അവസരമില്ല. അത് ഇറ്റ് ഈസ് ഓവർ. ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒരു വിലയിരുത്തലാകും. തീർച്ചയായും 100%. ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിനോടുള്ള ജനങ്ങളുടെ അഭിപ്രായം, അവരുടെ വികാരം എന്ത് എന്ന് തെളിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഒരു തർക്കവും വേണ്ട. അതുപോലെ തന്നെ പ്രതിപക്ഷത്തെയും വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. നിശ്ചയമായും പ്രതിപക്ഷത്തിന്റെ കാര്യത്തിലും അവര് പ്രതിപക്ഷത്തിന് അല്ലെങ്കിലും ഇവിടെ അത്രയല്ലേ ഉള്ളൂ. അവർക്ക് തന്നെ അറിയാം അവർക്ക് സ്വാധീനമില്ല, അവർക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ അവരോട് നമ്മൾ തർക്കിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇല്ലാത്തൊരു ശത്രുപണി ഉണ്ട് എന്ന് നമ്മൾ തന്നെ പറഞ്ഞുണ്ടാക്കി നമ്മൾ മുമ്പിൽ നിർത്തേണ്ട കാര്യമില്ല. UDF ഉന്നയിക്കുന്ന മലപ്പുറം വിവാദം, അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ, ഇതൊക്കെ മുനയില്ലാത്ത ആയുധങ്ങളാണെന്നാണ് LDF പറയുന്നത്. അവർക്ക് പറയാലോ, കുത്താൻ വന്നോൻ കുത്തിന്ന് ഞാൻ പറയൂ. അത് ഞാൻ കുത്തിയിട്ടില്ല, ഞാൻ വാളിനോട് നോക്കിയിട്ടല്ലേ പറയുള്ളൂ. അതൊക്കെ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചതാണ്. അതൊക്കെ അവര് ചർച്ച ചെയ്തു അവസാനിപ്പിച്ചിട്ടില്ല. അതൊക്കെ അതുപോലെ നിൽക്കുന്നുണ്ട്. അതെല്ലാം ജനങ്ങളുടെ മനസ്സിന്റെ അകത്ത് കത്തിജ്വലിക്കുന്ന ഒരു തീക്കുണ്ടമായി നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ സാധാരണക്കാരൻ്റെ ഒരു വീട്ടിൽ പോയി ഇതിനെക്കുറിച്ച് ചോദിച്ചാട്ടി അവന്റെ പ്രതികരണം എന്താണെന്ന് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞതും അത് അവർ പറയുന്നതും ഒന്നായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അവരുടെ മനസ്സിൽ നിന്ന് ഈ വികാരങ്ങളൊന്നും പോയിട്ടില്ല. എല്ലാവരുടെ മനസ്സിനകത്തും ഇടതുപക്ഷത്തിനെതിരെയുള്ള വികാരമുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇടതുപക്ഷത്തെ സഹായിക്കേണ്ടത്? ഇത്രയേറെ മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ ഇന്ത്യ രാജ്യത്ത്, ലോകത്ത്, ഭൂമണ്ഡലത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പിണറായി വിജയനെ പോലെ?